ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നമ്മൾ 25 അല്ലെങ്കിൽ 20 പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി ഒരു 7 വയറോ അല്ലെങ്കിൽ 6 വയറോ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊരു പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഇൻഡക്ഷൻ വരുന്നത് ആ ഇത് പ്രകാരമല്ല എന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ലോക്കലായിട്ടുള്ള ബൾബ് ഇട്ടാലും ഇൻഡക്ഷൻ വരും, അതേപോലെ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത സംഭവങ്ങൾ ഉപയോഗിച്ചാലും ഇൻഡക്ഷൻ വരും. അല്ലാതെ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പല കമ്പനി ഉണ്ട് നമുക്കറിയാം, അതിലൊക്കെ ഈ കാണുന്ന പോലത്തെ ഇൻഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ചെറിയൊരു സാമ്പിളായിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എത്രയും പൈപ്പ് കൂട്ടുന്നോ അത്രയും നല്ലതാണ്, വീടുകളാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും അത്രയും നല്ല രീതിയിൽ നമുക്ക് ഉദാഹരണത്തിന് കറണ്ട് ബില്ല് അടക്കം നമുക്ക് എക്സ്പെൻസിൽ കമ്മിയാക്കാൻ പറ്റും ഇൻഡക്ഷനിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ. ഇൻഡക്ഷൻ വരുമ്പോൾ കറണ്ട് ബില്ല് കൂടിക്കൊണ്ടിരിക്കും, പലർക്കും അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ എത്ര ഗേജുള്ള വയറിടുന്നോ അത്രയും നല്ലതാണ് ഈ പറഞ്ഞ കറണ്ട് ബില്ല് കമ്മിയാക്കാൻ കേട്ടോ. ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ നമ്മളിവിടെ ഒരു ക്ലാസ് റൂം അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, 2-3 ക്ലാസ് റൂം ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിരിക്കുന്ന AC ഇട്ടിരിക്കുന്ന 4 mm വയറാണ്. അപ്പോൾ ഈ 4 mm വയറിൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് 25 mm പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം 35 മീറ്ററോളം ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന 4 mm വയറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ടോട്ടൽ 5 വയറാണ്. എർത്തടക്കം 5 വയറാണ്. 4 mm 2 വയറും അതേപോലെ ഒരു എർത്തുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ വയറിൽ അത്രയും ഫ്രീ ആയി കിടക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പൈപ്പ് കൂടി വരാണ്ട്, 5 വയറും കൂടി വരാണ്ട് വേറെ സെപ്പറേറ്റ് കൂടി. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു വയർ, ഈ 4 mm വയർ നേരെ അപ്പുറത്തെ സ്വിച്ചിലേക്കാണ് പോകുന്നത്, വേറെ എവിടെ കണക്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ 4 mm വയർ ഞാനൊരു MCBയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, MCB ഓണാക്കാം. ഇപ്പോൾ MCB ഓണായി. ഇപ്പോൾ നമ്മൾ വേറെ എവിടെയും കണക്ഷൻ കൊടുത്തിട്ടില്ല. അതായത് ഈ വയർ നേരെ പോകുന്നത് നിങ്ങൾക്കറിയാം ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി നേരെ അപ്പുറത്തെ സ്വിച്ച് ബോർഡിലേക്കാണ്. അപ്പോൾ ഇതിൽ വരുന്നതാണോ, ഫേസ് ന്യൂട്രൽ റിട്ടേൺ വരുന്നുണ്ട്, അതേപോലെ അടുത്ത ന്യൂട്രൽ റിട്ടേൺ വരുന്നുണ്ട്, അതേപോലെ അടുത്ത ഫേസിൽ റിട്ടേൺ വരുന്നുണ്ട്. ബാക്കി എവിടെയും ജോയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ഇനി എർത്തിലും വേണമെങ്കിൽ കാണിച്ചു തരാം. എർത്തിലും അതേപോലെ ഫേസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും ഒരു സംശയം, ഇതെങ്ങനെ അതിൽ കാണിക്കുന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇനി ന്യൂട്രൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഇൻഡക്ഷനൊക്കെ കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് സോൾവ് ആവുന്നതാണ്. അപ്പോൾ എന്താ കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വയർ ഇടുന്ന സമയത്ത് ആയിക്കൂടി ലീഡുകൾ കയറി പോകുമ്പോൾ ഈ ഇൻഡക്ഷൻ കാരണം കൊണ്ടാണ് മറ്റുള്ള ലൈറ്റുകൾ ചെറിയ രീതിയിൽ ലോക്കലായിട്ട് ആണെങ്കിലും കത്തുന്നത്. അപ്പോൾ കഴിയുന്നതും പൈപ്പിൽ കൂടി വരുന്ന ഫേസിൽ പോകുന്ന പൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫേസാണ്, ആയിക്കൂടി ലീഡുകൾ കമ്മിയാക്കി വലിക്കുക, ലീഡ് ഒഴിവാക്കുകയാണ് നല്ലത്. അതിന് സെപ്പറേറ്റ് പൈപ്പ് ഇടാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷനാണ്, മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം ഈ വയറുണ്ടല്ലോ, ഇത് ഫേസ് അവിടെ പോയി നിൽക്കുകയാണ്, അതായത് വേറെ എവിടെയും കൊടുത്തിട്ടില്ല. ഇത് ഇവിടുന്ന് വരുന്ന അവിടുന്ന് വരുന്ന ബാലൻസ് എവിടെയും കൊടുക്കാത്ത വയറാണ്. അപ്പോൾ അതിൽ അടക്കം നമുക്ക് ഇൻഡക്ഷൻ കാണിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പവർ കാണിക്കുന്നുണ്ട്. എർത്തിൽ, അടുത്ത ഫേസിൽ, അതേപോലെ ന്യൂട്രൽ, ഇത് ഈ ഇൻഡക്ഷൻ ഇത് ചെറിയ ടെസ്റ്ററാണ്. പക്ഷെ നമുക്ക് ഇതിൽ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റുമെങ്കിൽ നമുക്ക് ടെസ്റ്റ് വെച്ച് നോക്കാം കേട്ടോ. ടെസ്റ്റ് വെച്ച് നോക്കുമ്പോണ്ടോ എർത്തിൽ ഇൻഡക്ഷൻ കാണിക്കുന്നത്. നമ്മൾ എർത്തിലൊന്നും അവിടെ എവിടെയും കൊടുത്തിട്ടില്ല. പലർക്കും ഇനി ഒരു ഡൗട്ട് ഉണ്ടാവും, അത് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾക്കും ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വയർ കൊടുത്തിട്ട് ഒരു വയർ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഇൻഡക്ഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം.